അങ്ങനെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഷീറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. വേറൊന്നുമില്ല, നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തായിട്ടാണ് കുറച്ച് മരങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് ഷീറ്റൊക്കെ എടുക്കാൻ വേണ്ടി രാവിലെ പോയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇലകളെല്ലാം തറയിൽ വീണ് അതെല്ലാം കിളിച്ച് പുതിയ ഇലകൾ വന്ന് നിന്നിട്ടുണ്ട്. അങ്ങനെ ഷീറ്റെല്ലാം എടുത്ത് നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ഷീറ്റുകളേ ഉള്ളൂ. നല്ല ചൂട് സമയമൊക്കെ ആയതിൻ്റെ ഷീറ്റുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഷീറ്റൊക്കെ ഇട്ട് തീർന്നതിൻ്റെ സമയം നോക്കിയപ്പോൾ ഒരാൾ എന്നെ വന്ന് വെളിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവളുടെ പേരാണ് ലൂലു. 2 പേരുണ്ട് മൊത്തത്തിൽ. ഇതിൻ്റെ പേര് കിട്ടും. അങ്ങനെ ഷീറ്റ് എടുക്കുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയാണ് നേരെ മുടി വെട്ടാൻ പോകുന്നത്. ഇന്ന് എന്തായാലും അത്യാവശ്യം വെയിലൊക്കെ കുറഞ്ഞ് കഴിഞ്ഞിട്ടാണ് നേരെ അമ്പൂരിലോട്ട് കയറുന്നത് തന്നെ. സാധാരണ ഈ സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാലത്തിൻ്റെ അടിയിലൊക്കെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ കാണുന്നതാണ്. ഇന്ന് എന്തായാലും വെയിലൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആരെയും കണ്ടതൊന്നുമില്ല. ഈ പറഞ്ഞ മാസത്തിൽ 11-ാം തീയതി പാലത്തിൻ്റെ ഉദ്ഘാടനം കൂടെയാണ്. അങ്ങനെ അതേ പരിപാടിയെല്ലാം കഴിഞ്ഞ് റോട്ടിൽ കൂടെ പോയി നേരെ പോകുന്നു ബാർബർ ഷോപ്പിലോട്ട്. അവിടെ ചെന്ന് കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു. മുടിയെല്ലാം വെട്ടി കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പൂച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നു. മൊത്തത്തിൽ 4-5 പൂച്ചയുണ്ട്. കുറച്ച് ചോറ് മാത്രമേ ഉള്ളൂ. 3 നേരം കൊടുക്കില്ല. ഒരു നേരപ്പോഴൊക്കെ തോന്നുമ്പോൾ കൊടുക്കും. രാത്രിയിൽ ഇവിടെ വളർത്തുന്നതെന്നല്ല, വന്നു കയറിയ പൂച്ചകളാണ്. അങ്ങനെ പൂച്ചകൾക്കെല്ലാം ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. നമ്മൾ കഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് വെച്ചാൽ മൈദ ദോശയാണ്. മൈദ കൊണ്ടുണ്ടാക്കിയ ദോശ. എന്തായാലും അതും നല്ല പൊടിച്ചമ്മന്തിയും കൂട്ടിയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഫുഡിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അടുത്ത പരിപാടിയാണ് പലചരക്ക് കടയിൽ പോകണം. ഇന്ന് എന്തായാലും മാസാവസാനമൊക്കെ ആയതുകൊണ്ടും കുറച്ച് 2-3 തീയതി കഴിഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്താൽ വീട്ടിൽ കൊണ്ടുകൊടുത്ത് നേരെ പാലത്തിൽ കുറച്ച് നടന്നു. അവിടുന്ന് കുറച്ച് നേരം നടന്നപ്പോൾ തന്നെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം 10-11 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ വന്ന് നേരെ വന്ന് കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.